ഹായ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു വീഡിയോ കാണാനിടയായത്. നമ്മുടെ 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഷോയായ തമ്മിൽ തമ്മിൽ എന്ന പ്രോഗ്രാമായിരുന്നു കണ്ടത്. അപ്പോൾ അതിലെ വിഷയം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് വിലക്കോ എന്നതാണ് വിഷയം. മുൻപും ഇതുപോലൊരു വസ്ത്രധാരണത്തെ പറ്റി മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ജു പിള്ളയുടെ മകള് ദയ ഒരു ഫോട്ടോസ് ഇട്ടതിൻ്റെ പേരിൽ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അന്നും ഞാൻ പറഞ്ഞിരുന്നു, ആ കുട്ടി ഒരു ഫാഷൻ ഡിസൈനർ അല്ലെങ്കിൽ ഫാഷൻ പരമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്ക് വേണ്ടി എടുത്ത ഫോട്ടോസാണ്. അതല്ലാതെ ആ കുട്ടി പബ്ലിക്കായിട്ട് വന്ന് നിന്ന് ഇത്തരമൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വസ്ത്രധാരണത്തിലേക്ക് ആ കുട്ടി കടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ എൻ്റെ ഒപ്പീനിയൻ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോഴത്തെ ന്യൂജനായിട്ടുള്ള പിള്ളേർക്ക് കൂടുതൽ അവർക്ക് മോഡേൺ ആയിട്ട് നടക്കാനാണ് താല്പര്യം. അതെല്ലാവർക്കും ഇഷ്ടമാണ്. നാടൻ ലുക്കും കുറച്ച് മോഡേൺ ലുക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് ഓവറായി പോകുമ്പോഴാണ്, അത് ഓവറാകുന്നതെന്ന് ചോദിക്കുന്നത് ഇപ്പോൾ അതൊരു വൾഗാരിയിലേക്ക് മാറും. കുറച്ച് പേര് എനിക്ക് നല്ല ബോഡിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബോഡി ഇങ്ങനെയാണ് അങ്ങനെയാണ്, അത് മറ്റുള്ളവർ കണ്ട് ചിലർക്ക് ആസ്വദിക്കാൻ ഇഷ്ടമാണ്. മറ്റുള്ളവർ കണ്ട് എൻ്റെ ബോഡി അല്ലെങ്കിൽ എന്നെ കണ്ട് ആസ്വദിക്കണം, ആ ഒരു ടൈപ്പിലുള്ള ഒരു തരത്തിലാണ്. പക്ഷേ അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. മോഡേണൊക്കെ ആവാം, എല്ലാവർക്കും എല്ലാ വസ്ത്രങ്ങളും ധരിക്കാനും അതിനൊക്കെയുള്ള അവകാശങ്ങളും എല്ലാം ഉണ്ട്. മുമ്പ് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറയുമായിരുന്നു, ഞങ്ങളുടെ ആ ഒരു പ്രായമുണ്ടല്ലോ, പ്രായപൂർത്തിയാകുന്ന സമയത്തുള്ള ഏറ്റവും കൂടുതൽ അന്ന് വസ്ത്രങ്ങളാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ സമയത്ത് നമുക്ക് ലാച്ചയാണ് കൂടുതൽ പേര് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. ആ ലാച്ച എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വലിപ്പമാണ്. അതിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ ഭയങ്കര ഇറക്കവും കൈവണ്ണം കൈയൊക്കെ നല്ല വലിപ്പമാണ്, 2 പേർ കൂടെ കയറിപ്പോവാം. പക്ഷേ എന്നാലും അന്നത്തെ കാലത്ത് അത് നമ്മൾ ഇട്ടുകൊണ്ട് നടക്കും. എവിടെ പുറത്തു പോകാനാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഫങ്ഷൻസിനും നമ്മൾ ഇട്ടുകൊണ്ട് നടക്കും. അത് ഭയങ്കര പക്കറയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അന്നത്തെ കാലത്ത് അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ബോഡി ഫിറ്റിനനുസരിച്ച് നമ്മൾ അത് അടിച്ച് കുറച്ചാൽ മാത്രമേ നമ്മൾ പുറത്തിറക്കാറുള്ളൂ. അന്നത്തെ കാലത്ത് പറയാം, ഇതല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് അടിക്കണ ടൈപ്പൊന്നും നമ്മൾ പറയല്ലേ. പക്ഷെ പറയുമ്പോൾ എന്താ പറയുക, വീട്ടുകാർ പറയും, ഇത് നീ വണ്ണമൊന്നും കുറയ്ക്കേണ്ട, അല്ലെങ്കിൽ ഇത് വലിപ്പമുള്ളത് എടുത്താൽ മതി, കാരണം ഇനി നീ വളർന്നുകൊണ്ട് വരികയാണ്, ഇനി നീ അടുത്ത വർഷമാകുമ്പോൾ ഇത് നിനക്ക് കറക്റ്റ് ആവും. പക്ഷെ അടുത്ത വർഷമാകുമ്പോഴും കറക്റ്റ് ആവുമോ? ഇല്ല, അതിങ്ങനെ വലിപ്പമായിട്ട് തന്നെ കിടക്കും. വളർന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അടിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ആ ഒരു രീതിയാണ് അന്നത്തെ കാലത്ത്. പക്ഷെ ഇന്ന് ചിന്താഗതികളോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ മാറി. അപ്പോൾ മുമ്പ് എന്ത് സാധനം വാങ്ങിച്ചാലും അങ്ങനെ തന്നെ, ഒരു ചെരുപ്പായിക്കോട്ടെ അല്ലെങ്കിൽ ഉടുപ്പായിക്കോട്ടെ, വേറെ എന്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങിയാലും അത് ഇത്തിരി വലിപ്പമുള്ള സാധനങ്ങൾ നോക്കിയേ വാങ്ങാറുള്ളൂ. നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ചെരുപ്പ് വലുതെടുത്തോ, കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും നിനക്കത് പാകമാവും. ആ ഒരു തരത്തിലാണ്, എല്ലാം വലിപ്പമാണ്. പക്ഷെ ഇന്ന് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ വാങ്ങുന്നതും, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നമ്മൾ അടിച്ച് ഷേപ്പ് ആക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായതാണ്, ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതലും അവർക്ക് മോഡേൺ ഡ്രസ്സുകളോടും ആ ഒരു രീതിക്ക് നടക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആഗ്രഹമൊക്കെ നല്ലത് തന്നെയാണ് ഒരു പരിധി വരെ. ആ പരിധി വിടുമ്പോഴാണ് അതൊക്കെയും മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് പോകുന്നത്. ചിലർ ഭയങ്കരമായിട്ടുള്ളൊരു ബോഡി വണ്ണമുള്ളവരായിരിക്കാം, അവർക്കും ആഗ്രഹങ്ങളുണ്ട്, നമുക്കിങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്നൊക്കെ തരത്തിലൊക്കെയും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അവരിട്ടുകൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് തന്നെ വളരെ മോശമായിട്ടായിരിക്കും അങ്ങനത്തെ ഒരു രീതി വരിക. എന്ന് വെച്ചാൽ അവൾ ധാര കാണിക്കാനായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത്, അയ്യോ കൈയില്ല. എൻ്റെ അനിയത്തിയെ പറയുന്നത് തന്നെ എനിക്കറിയാം. എൻ്റെ അനിയത്തി അവൾക്ക് കൈയുടെ ഭാഗത്ത് വണ്ണമുണ്ട്, വണ്ണം ഇല്ലെന്നല്ല, 3XL 4XL ഒക്കെ വേണ്ടി വരും അവൾക്ക്. പക്ഷേ ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ഈ കൈയുടെ ഈ വശം വരുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള വണ്ണമാണ്. കാരണം വേറൊരു 3XL 4XL വാങ്ങിച്ചാൽ പോലും കൈ കയറ്റാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവിടെ അല്ല, പക്ഷെ ഈ തോള് കഴിഞ്ഞുള്ള ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ബോഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ സ്ലീവ്ലെസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ആളുകൾ ആദ്യം അവളെ പറയുന്നത്, ഇത്രയും വണ്ണമായിട്ടിരുന്നിട്ട് എന്തിനാണ് ഇങ്ങനെ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത്, ആരെ കാണിക്കാൻ വേണ്ടിയാണ്, അങ്ങനെയാണ് ചോദിക്കുന്നത്. പക്ഷെ അത് കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം നമ്മൾ ആ ഒരു രീതിക്ക് തച്ചിട്ട ഇടുന്ന ഡ്രസ്സുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു കൈവണ്ണം കിട്ടത്തുള്ളൂ.
അപ്പോൾ അവൾ എന്തെങ്കിലും ഫംഗ്ഷന് വരുമ്പോഴാണ് പുറത്തുനിന്ന് ഡ്രസ്സ് എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇടണം അങ്ങനെ ഇടണം ഒക്കെ ചിന്തിക്കുമ്പോൾ അവൾ സ്ലീവ്ലെസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്താൽ മാത്രമേ അവൾക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ മറ്റുള്ളവർ മോശമായിട്ടേ പറയത്തുള്ളൂ, മറ്റുള്ളവർ ആ ഒരു തരത്തിലേ പറയത്തുള്ളൂ. ഇനി അഥവാ വണ്ണം കുറഞ്ഞ ആൾക്കാരായിക്കോട്ടെ, സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പോഴും കൈയില്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടി ഒരു മോശം പറയുന്ന ഒരു തരത്തിലേക്കാണ് ഇന്നത്തെ സമൂഹം കാണുന്നത്. അപ്പോൾ സ്ലീവ്ലെസ്സിന് പോലും ഇങ്ങനത്തെ ഒരു രീതി വരുമ്പോൾ പിന്നെ അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു, അവിടെ കാണിക്കുന്നു, ഇവിടെ കാണിക്കുന്നു എന്നൊക്കെ ആ ഒരു തരത്തിലേക്ക് കാണിച്ചുകൊണ്ട് നടക്കുന്നവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതൊക്കെയും ഈ പിള്ളേർ അല്ലെങ്കിൽ ഈ ന്യൂജൻ പിള്ളേരൊക്കെയും കാണുന്നത് എന്താ, സിനിമാ നടികൾ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ ഇങ്ങനെ ഇടുന്നില്ലേ, എന്താ നയൻതാര ഇടുന്നു നല്ല ഡ്രസ്സുകൾ എന്ന് വെച്ചാൽ ഇവരൊക്കെ സിനിമയിലാണ് ഇവരൊക്കെ ഇടുന്നത്. പക്ഷേ ഇവരൊക്കെയും പബ്ലിക്കായിട്ട് ഒരിടത്ത് പോകുമ്പോൾ അവർ മറക്കേണ്ടതെല്ലാം മറച്ച് നല്ല ഡീസൻ്റ് ആയിട്ടും നല്ല നീറ്റായിട്ടാണ് അവർ ഡ്രസ്സുകൾ ഇടുന്നത്. കൂടുതലും അവർ സാരീസ് അല്ലെങ്കിൽ കുർത്താസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് അവർ ചിന്തിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേരത് ചിന്തിക്കുന്നില്ല. ഈ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും നമ്മൾ അങ്ങനെ ഇറങ്ങാനായിട്ട് എല്ലാവരും മടിക്കും. ഒരുപക്ഷെ ഇങ്ങനെ സിനിമയിലൂടെയും അല്ലെങ്കിൽ ആർട്ട് ഫിലിമിലൂടെയും ഒക്കെയും ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ മാന്യമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. എന്താ അതിലൂടെ കണ്ടു തന്നെയാണ് ഓരോ ഫാഷൻസും കാര്യങ്ങളൊക്കെയും കൊണ്ടുവരുന്നത്, അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും പബ്ലിക്കിൽ ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിക്കാരാണ്. ഒരാൾ നല്ലത് പറയുമ്പോൾ അതിൽ 100 പേര് മോശം പറയാനായിട്ട് കാണും. ഇവിടെ 100 പേര് മോശം പറയുമ്പോൾ അടുത്തത് 100 പേര് നല്ലത് പറയും. അങ്ങനെയാണ്. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ മുമ്പും ഞാൻ ഇതുപോലൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരാൾക്ക് ആ ഒരു രീതി ഇഷ്ടപ്പെടും. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുണ്ട്. പക്ഷേ ഇഷ്ടങ്ങളും ഡ്രസ്സുകളും വസ്ത്രധാരണങ്ങളും എല്ലാവർക്കും എന്ത് വേണോ ധരിക്കാം, എന്ത് വേണോ അവരിഷ്ടത്തിന് നടക്കാം, അതെല്ലാം ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ബോഡി എങ്ങനെയാണോ, അവരുടെ ശരീരഘടന എങ്ങനെയാണോ ആ ഒരു രീതിക്ക് വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും മറ്റൊരാൾക്ക് കാണുമ്പോൾ അത് മോശമാണ്. ഇപ്പോൾ ഒരു അനിയത്തിൻ്റെ കാര്യം തന്നെ പറയുന്നത്, അവൾ ആ ഡ്രസ്സ് ഇട്ടില്ല അല്ലെങ്കിൽ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിൽ അത് മോശമാണ്. അത് വീട്ടുകാർക്കും കുടുംബക്കാർക്കും ചിലപ്പോൾ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് കുഴപ്പമില്ല എന്നുള്ള തരത്തിലാണ്. കുറച്ച് പേര് അത് കാണുമ്പോഴത്തേക്കും കുറ്റം പറയും, അത് എന്തിന് ഇങ്ങനെ ഇടുന്നു അങ്ങനെ ഇടുന്നു. പക്ഷെ ചിലർക്ക് ആഗ്രഹമുണ്ട്, ഇങ്ങനെയൊക്കെ മോഡേണായിട്ട് നടക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. നമുക്കും ആഗ്രഹം ഇല്ല എന്നല്ല, നമുക്കും ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഞങ്ങൾ നടക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. കൂടിപ്പോയ ഒരു ജീൻസും ടോപ്പും അത്ര മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം, ഇട്ട് കഴിഞ്ഞാൽ കുറ്റം പറയൂ, അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ കുറ്റം പറയൂ, ആ കുറ്റം പറച്ചിൽ കേൾക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും മോശം പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികേട് ഉണ്ടാകുമോ, ആ ഒരു ചിന്തയും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതൊക്കെയും നോക്കിയിട്ട് നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് ജീവിക്കാനും പറ്റില്ല. നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാണ് മുൻ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം പണ്ടൊക്കെയും നമ്മൾ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്തി വേണം നമ്മൾ ജീവിക്കാനായിട്ട്. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് മിക്കവരും. അതുകൊണ്ട് ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രധാരണത്തിൽ നടക്കാം. പക്ഷേ മറക്കേണ്ട ഭാഗങ്ങൾ മറച്ച് തന്നെയാണ് പോകേണ്ടത്. അല്ലാതെ കഴുത്ത് ഭയങ്കരമായിട്ട് ഇറക്കി, സ്ലീവ്ലെസ് ആയിക്കോട്ടെ, സ്ലീവ്ലെസ് ഇല്ലാതെ കഴുത്തും ഇറക്കി തുട വരെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. കാരണം ഭയങ്കരമായിട്ട് മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കും പോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിക്കാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ശരീരം പ്രദർശിപ്പിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ഒരാവശ്യവും ഇല്ലാതെ. മോഡേൺ ഡ്രസ്സുകളൊക്കെ നല്ലത് തന്നെയാണ്, ഞാൻ ഇല്ലയെന്നും പറയുന്നില്ല. അത് മെലിഞ്ഞവർക്കോ വണ്ണമുള്ളവർക്കോ ആർക്ക് വേണമെങ്കിലും ഇടാം, കൊച്ചു പിള്ളേർക്കോ എല്ലാവർക്കും ഇടാം. ഈ ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇട്ടത് കൊണ്ടാണ് അവിടെ പീഡനം നടന്നത്, ഇവിടെ പീഡനം നടന്നത്, അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക്, കുറച്ച് പേർക്ക് അത് തെറ്റായിട്ടുള്ള ചിന്തകളൊക്കെ ഉണർത്താൻ സാധ്യതയുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ മാന്യമായിട്ട് നടക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ലത്. അത് കേരളത്തിലുള്ളവർ പുറത്തു പോയാലും അങ്ങനെ തന്നെയാണ്.
ഒരുപാട് അവർ ഭയങ്കര വൾഗാരിറ്റി ആയിട്ട് പോകുന്ന വളരെ കുറച്ച് പേരെ കാണുള്ളൂ ഭയങ്കരമായിട്ടുള്ള വൾഗാരിറ്റിയിലേക്ക് പോകുന്നത്. കേരളത്തിലുള്ളവർക്ക് കുറച്ചുകൂടെ ഒരു മാന്യത ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ വീഡിയോയിലൊരു കാര്യം വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട്. ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേക്കും അവളുടെ വസ്ത്രധാരണം കണ്ടിട്ടാണ് അവൾ എങ്ങനെയുള്ളവളാണെന്ന് വിലയിരുത്തുന്നത്. ആദ്യം അവരുടെ വസ്ത്രമാണ് കാണുന്നത്, അതിനുശേഷമാണ് അവരുടെ സംസാരം കേൾക്കുമ്പോഴാണ് അവരുടെ വ്യക്തിത്വം മനസ്സിലാകുന്നത് എന്നൊക്കെ. അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ്. നമ്മളൊരാളെ കാണുമ്പോഴത്തേക്കും ആദ്യം അവരുടെ വസ്ത്രമാണ് നോക്കുന്നത്. അവർ എന്നുവെച്ചാൽ ഈ കൂടിയ ഡ്രസ്സോ കുറഞ്ഞ ഡ്രസ്സോ അങ്ങനെയല്ല, നീറ്റായിട്ടിരിക്കുന്നോ ആ ഒരു തരത്തിലാണ് നോക്കുന്നത്. അതിൽ കളറോ അല്ലെങ്കിൽ ആ ഒരു രീതിക്കൊന്നും നോക്കാറില്ല. നീറ്റായിട്ട് നടക്കുന്നു. പിന്നെ അടുത്ത് അവരുടെ സംസാരത്തിൽ ആണ് അവരുടെ വ്യക്തിത്വം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. അതൊക്കെയും ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരാളെ വസ്ത്ര രീതി കണ്ടതിന് ശേഷം അവർ ഇങ്ങനെയാണോ നല്ലതാണോ എന്ന് അങ്ങനെ വെച്ച് അളക്കാനും പറ്റത്തില്ല ഇന്നത്തെ കാലത്തനുസരിച്ച്. കാരണം അവരവരുടെ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കും. ചിലപ്പോൾ അവരുടെ പ്രവൃത്തി നല്ലതായിരിക്കും. ഈ വസ്ത്രങ്ങൾ രീതി വെച്ച് കുറ്റം പറയുന്നവർ മറ്റൊരു ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ അവരെ ഇത്ര നല്ലവരാണെന്ന് വിചാരിച്ചില്ല, അവരിങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് വളരെ മോശക്കാരി, ആ ഒരു തരത്തിലാണ് ഞാൻ കരുതിയിരുന്നത്, അങ്ങനെ പറയുന്നവരും ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ഇത് മുമ്പത്തെ രീതിയല്ല ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത്. ഇതെല്ലാം ഇന്നത്തെ കാലത്ത് എല്ലാം മാറി മറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത് തന്നെ എല്ലാവരും. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനൊക്കെയും ഡ്രസ്സുകളും വസ്ത്രങ്ങളും ഒക്കെയും നടന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ഈ സെലിബ്രിറ്റീസ് എന്ന് കണ്ടിട്ടാണ് നിങ്ങൾ ഇതിന്നൊക്കെയും ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ഒരു തരത്തിലേക്ക് ഈ സെലിബ്രിറ്റീസിൻ്റെ കാര്യം തന്നെ എടുത്തുള്ളൂ. അവരൊരു പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും ഈ ഒരു തരത്തിലേക്ക് അവർ വരാറില്ല. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവർ എത്ര തന്നെ ഡ്രസ്സ് കുറവായിട്ട് അവർ അഭിനയിച്ചിരുന്നാലും പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ, അത് ആദ്യം നോട്ട് ചെയ്യുക, പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും അവർ മോശമായിട്ടുള്ള ഒരു ഡ്രസ്സും അവർ ധരിക്കുന്നത് കാണാറേ ഇല്ല. അത് മാത്രം നിങ്ങൾ നോക്കിയാലും മതി, അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാലും മതി. ഓക്കെ.